കെട്ടി വിതാനം മലവാഴും പെരുമാളിനു പള്ളിപ്പാന പറകൊട്ടിപ്പാട്ടുണ്ടേ മാലകറ്റാനായി പാഞ്ചിയിലത്തുപ്പുണ്ടേ ഓതിയുഴിഞ്ഞിടാൻ മലമുകളിൽ മലനടയിൽ പള്ളിപ്പാന മലമുകളിൽ മലനടയിൽ പള്ളിപ്പാന മലവാഴിക്കുന്നേലൊരു കെട്ടി വിതാനം മലവാഴും പെരുമാളിനു പള്ളിപ്പാന മാദേവൻ പറയോതും ചാരത്ത് മലമാതു പിണിയായിടുന്നു മാദേവൻ പറയോതും ചാരത്ത് മലമാതു പിണിയായിടുന്നു ആറുമുഖൻ തിരുലാത്തി അടയ്ക്കാതിക്കുതിരക്കുന്നു തൃച്ചേവടി കണ്ടു വണങ്ങാൻ മാളോരെത്തുന്നു ആറുമുഖൻ തിരുലാത്തി അടയ്ക്കാതിക്കുതിരക്കുന്നു തൃച്ചേവടി കണ്ടു വണങ്ങാൻ മാളോരെത്തുന്നു അപ്പ അപ്പുപ്പ മലനടയപ്പുപ്പ അപ്പ അപ്പുപ്പ മലനടയപ്പുപ്പ മലമുകളിൽ മലനടയിൽ പള്ളിപ്പാന മലമുകളിൽ മലനടയിൽ പള്ളിപ്പാന മലവാഴിക്കുന്നേലൊരു കെട്ടി വിതാനം മലവാഴും പെരുമാളിനു പള്ളിപ്പാന എന്താണ് അതിന്റെ സങ്കല്പം എന്ന് പറഞ്ഞേ? അപ്പൂപ്പന് ഒരു നേരത്തെ മുറുക്കാന് വേണ്ടി വല്യമ്മയായിട്ട് ചെറിയേച്ചി വന്ന് കിടന്ന സ്ഥലമാണ് കട്ടിലുംപാറ. അങ്ങനെ കട്ടിലുംപാറ. ഇതാണ് ഇവിടാണ് പുള്ളിയുടെ തല കടന്നത്, ഇതാണ് കൈ കടന്നത്, ഇത് ഇങ്ങോട്ട് പോയ കൈയാണ്. ഞാൻ കാലങ്ങോട്ട് നിർത്തി വരിക, തൂത്ത് വിളിച്ചാലേ ഇതെല്ലാം കാണിക്കാൻ പറ്റുന്നത്. ലാഹ റേഞ്ചിലാണ് ഇത് കിടക്കുന്നത്. അപ്പൊ നമ്മള് ഇവിടെ വന്ന് പിണങ്ങി കിടന്നു, അതിന് കാടിന് നടുക്ക് അല്ലേ? അങ്ങനെ അതിന്റെ സങ്കല്പം. ഇവിടെ നിന്നാണ് കെറിയിച്ചു, അവിടെ നിന്ന് തലപ്പാറയിൽ നിന്ന് ഇറങ്ങി കെറിയിച്ചു പോകുന്നതാണ്. തലപ്പാറയിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് പിണങ്ങി കിടന്നു. അതുകൊണ്ടാണ് അപ്പൊ ഈ ഇവിടെ വരുന്നവര് കാരണവർക്ക് മുറുക്കാൻ വെക്കുന്ന പോലാണ് തലപ്പാറ കൊണ്ട് മുറുക്കാൻ വെക്കുന്നത് അല്ലേ? അച്ഛനും അമ്മയും പിണങ്ങി കിടക്കുന്നതിന് വേണ്ടി ഒന്നിച്ചു പോകാൻ വേണ്ടിയാണ്. ഓ, അങ്ങനെ ഒരു സങ്കല്പത്തിലാണ് കൊണ്ട് രണ്ടുപേർക്കും മുറുക്കാൻ വെക്കുന്നത്. പിന്നെ ഇത് പന്തളം താരയാന്ന് പറഞ്ഞത് പഴയ പന്തളം താരയാണ്. ഇതാണ് അല്ലേ? ഓ, അതിങ്ങനെ അതുകൊണ്ടാണ് ഈ വഴി ഇങ്ങനെ വരുന്നത് അല്ലേ? ഓ, അങ്ങനെ തലപ്പാറ വഴി കയറി ഇങ്ങനെ പോകുന്നു അല്ലേ? അപ്പുപ്പ മലനടയപ്പുപ്പ അപ്പ അപ്പുപ്പ മലനടയപ്പുപ്പ മലമുകളിൽ മലനടയിൽ ചേട്ടൻ പറഞ്ഞ ഈ ഇവിടെ ഇപ്പൊ എന്ന് വൃശ്ചികത്തിലെ ചടങ്ങുകൾ തുടങ്ങുമോ അതോ? വൃശ്ചികമാസം 1-ാം തീയതി തൊട്ട് നമ്മളിവിടെ ചടങ്ങുകൾ തുടങ്ങും. ധനു 28-ാം ദിവാരണം വരുന്നത്. 21 പോലെ നമ്മൾ പരിപാടികൾ തുടങ്ങും. 21 പോലെ തുടങ്ങി 28-ാം തീയതി ഭഗവാനെ ചാർത്താനുള്ള ആഭരണം വരുന്നവരെ നമ്മൾ തയ്യാറെടുത്ത് നിൽക്കുക. അന്നേരത്തേക്ക് ഇവിടെ എത്തും. 28-ാം തീയതി 21-ാം തീയതി 28-ാം തീയതി ഇവിടെ എത്തും അല്ലേ? ശരി ശരി. പിന്നെ ചേട്ടൻ തമ്പി പറഞ്ഞ എന്താ പറയാ, അപ്പൻ എവിടെ നിന്ന് അതെന്തോന്ന് പറയാമോ? അപ്പൻ എഴുന്നള്ളി ഇറങ്ങുന്ന പറഞ്ഞ ഒരു സമയം എഴുന്നുള്ളത്. തലപ്പാറ അപ്പൻ എഴുന്ന ഒരു സമയത്തുള്ളൂ. ദിവാരണം വരുന്നതിന്റെ 1 മണിക്കൂർ മുമ്പേ അപ്പൻ എഴുന്നള്ളി ഇവിടെ വരും. ശരീരത്തിൽ കയറുക നമ്മുടെ. ഓ ഓ നമ്മൾ സാന്നിധ്യം കാണിക്കാം. അവിടെ നമ്മള് അപ്പം പറയാനുള്ളതെല്ലാം അദ്ദേഹം പറഞ്ഞോളൂ. അതായത് ഈ തിരുവാഭരണം വരുന്നതായിട്ട് ബന്ധപ്പെട്ട സമയത്ത് അദ്ദേഹം വരത്തുള്ളൂ അല്ലേ? വന്നു കഴിഞ്ഞാൽ അപ്പനും പറയും ഇന്ന സമയത്ത് ഇന്നടത്ത് വന്നിട്ടുണ്ട്, ഇന്ന സമയത്ത് ഇന്നടത്ത് വന്നിട്ടുണ്ടെന്ന് അപ്പം പറഞ്ഞു തരുന്നു. അങ്ങനെ പറഞ്ഞ് ഇവിടെ വരുമ്പോഴത്തേനും നമുക്ക് കലിക്കും. അതപ്പം അപ്പം പറയും ഇന്നടത്ത് എത്തി, അതായത് വരുന്നത് അറിയിക്കും, ഇന്നടത്തായിട്ടുണ്ട് അല്ലേ? അപ്പം രാജാവ് വരുന്ന സമയം അറിയിക്കും.
ഇന്നടുത്ത് വന്ന് പ്രതി നമ്മളെ കളിക്കും. ആ കളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇപ്പം കാണുന്നവരെയൊക്കെ പിന്നെ അറിയത്തില്ല. പിന്നെ അത് തിരുവാറൂർ താത്ത് പോയി കഴിയുമ്പം നമ്മുടെ കൊല്ലംപൂഴി കൊണ്ടു കൊടുക്കണം. അവിടെ കൊണ്ടുപോകണം അല്ലേ? കൊണ്ടുപോകണം. പിന്നെ കക്കാട്ടുകോഴിക്ക് കുടുംബത്തിൽ കൊണ്ടു കൊടുക്കണം. അവിടുന്ന് പിന്നെ പെരുന്നാട്ട് അമ്പലത്തിൽ കൊണ്ടുപോകും. അതായത് തിരുവാഭരണം ഇവിടുന്ന് എടുത്തു പോകുമ്പോൾ ചേട്ടനും എൻ്റെ കൂടെ പോകണം കൊല്ലംപുഴി വരെ. അവിടെ നിന്ന് പിന്നെ നമുക്ക് അവകാശമില്ല. പിന്നെ രാജാവിനെ ഏൽപ്പിച്ച അവിടുന്ന് ദേവസ്വം അങ്ങനെ പിന്നെ രാജാവിനെ ഏൽപ്പിച്ചു വിടുക. രാജാവിനെ ഏൽപ്പിച്ചു വിട്ട് രാജാവുമായിട്ട് അവിടെ കിടക്കുവാണ്. ഓ ശരി ശരി. രാജാവ് പറയും പെരുന്നാട്ട് കക്കാട്ട് ഒഴികെ വരും, അന്നേരം അവിടെ വരാൻ പറയും. അപ്പൊ തിരിച്ചു വരുമ്പം വീണ്ടും ചേട്ടനൊക്കെ ചേട്ടൻ പ്രതിനിധിയായിട്ട് അവിടെ ചെല്ലണം. കക്കാട്ട് ഒഴികെ ചെല്ലണം. അവിടുന്ന് പിന്നെ പെരുന്നാട്ടി അമ്പലത്തിൽ ചാർത്തണം വരെ അവിടെ നിൽക്കും. അവിടുന്ന് എനിക്ക് തിരിപ്പണം തരും. കൈപ്പണം അവര് കരക്കാര് അവര് അതും മേടിച്ചിട്ട് പിന്നെ ഈ കൊല്ലത്തെ അങ്ങനെയാണ് ഒരു വർഷത്തെ ചടങ്ങ് കഴിയുന്നത് അല്ലേ? അതായത് തലപ്പാറക്കോട്ടയും നമ്മുടെ ഭഗവാൻ അയ്യപ്പനായിട്ടുള്ള ഒരു വർഷത്തെ ചടങ്ങ് കഴിയുന്നത് ഭഗവാൻ തിരുവാഭരണം തിരിച്ചെടുത്തിറങ്ങി, അതായത് ഭഗവാന്റെ നട അടച്ച് കക്കാട്ടുകോയിക്കലും ചാർത്തി അടുത്ത ഏരിയയിലേക്ക് പറഞ്ഞു വിട്ട് കഴിയുമ്പോൾ പിന്നെ നമ്മൾ തിരിച്ച് വരും. പിന്നെ അടുത്ത വർഷം ഈ അല്ലാതെ ഈ അപ്പൂപ്പനെ സങ്കല്പിച്ച എല്ലാ 1-ാം തീയതി എന്നാ ഇവിടെ വീട്ടിലെ ആൾക്കാരെ നോക്കുന്നുണ്ട്. അങ്ങനെ വീട് ദോഷങ്ങള് എന്തൊരു ദോഷങ്ങൾ വരുമ്പോൾ അപ്പൂപ്പന് വേണ്ടി മുറുക്കാൻ വെക്കാനായിട്ട് ആളുകൾ വരും. അങ്ങനെ വന്ന് ഇവിടെ വന്ന് മുറുക്കാൻ പോകും. അല്ലാതെ നമ്മളായിട്ട് വേറെ എന്തെങ്കിലും അല്ലാതെ ചടങ്ങുണ്ടോ? ഒന്നുമില്ല. ഇല്ല. ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളോ അല്ലെ ഇവിടെ താമസിക്കുന്ന ആളുകളോ അല്ലെ ഈ ആദിവാസി സമൂഹത്തിൽപ്പെട്ട വനവാസി സമൂഹത്തിൽപ്പെട്ട ആളുകളോ അങ്ങനെയൊക്കെ അവർക്കൊക്കെ ഇടയ്ക്ക് വന്ന് മുറുക്കാൻ വെക്കും. അത് നമുക്കിപ്പോ എനിക്കിവിടെ വരാം. എനിക്കിപ്പോ വനത്തിൽ നിന്ന് അങ്ങ് ദൂരെ കിടക്കുന്നില്ല, ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേന് മനസ്സിലായി. അല്ലാതെ ആർക്ക് വേണമെങ്കിലും വന്ന് അപ്പൂപ്പൻ്റെ അടുത്ത് മുറുക്കാൻ വെച്ച് പ്രാർത്ഥിച്ചിട്ട് പോവാം അല്ലേ? ചേട്ടാ നമ്മൾ കേട്ടിട്ടുണ്ട് തിരുവാഭരണം വരുമ്പോ ഇവിടെ വന്ന് ഇറക്കുക, അതിനെന്തോ ഒരു ചടങ്ങുണ്ട്, അതൊന്ന് പറയാമോ? എന്തുവാ അത്? പറയാനില്ല. 59 ആനയുടെ ഊരിലാണ് തിരുവാഭരണം വരുന്നത്. കോട്ടയ്ക്കകത്ത് കയറിയാലേ തിരുവാഭരണം ഉറയ്ക്കും. അതിനാണ് വാളും പടിയും വെച്ച് തടഞ്ഞു കഴിയുമ്പോൾ തിരുവാഭരണം താത്ത് കഴിയുമ്പോൾ അവിടുന്ന് അനുകരം നിർത്താൻ പറയും. അവര് വരുന്നത് 59 ആനയുടെ ഊരിലാണ് വരുന്നത് അകത്തോട്ട് കയറാനായിട്ട്. ഇത് തടയുവാണ് നമ്മൾ. അത്രയും ശക്തിയിൽ വരുവാണ്. അത് തടഞ്ഞു വരുമ്പോ നമ്മൾ തടഞ്ഞു നിർത്തി കഴിയുമ്പോ പിടിച്ച് താത്ത് കൊടുക്കും. ഇവിടെ അല്ല, കുഞ്ഞിന്റെ അടുത്താ പോകണത്. കുഞ്ഞിന്റെ അടുത്ത് ചെല്ലുമ്പോൾ കുഞ്ഞ് അണിഞ്ഞു കഴിയുമ്പോഴാണ് പറയുന്നത് അപ്പൂപ്പനെ കൊണ്ട് ചാർത്തിയിട്ടാണോ വരുന്നത് ചോദിക്കുന്നതാണ്. അങ്ങനെ അപ്പൂപ്പനെ കൊണ്ട് ചാർത്തിയിട്ടാണോ വരുന്നത്. അപ്പം കുഞ്ഞ് അണിഞ്ഞൊരുങ്ങിയിരിക്കുമ്പോഴത്തേന് എനിക്കൊരാഗ്രഹം, അത് 100-ാം മാന്തിയപ്പോഴുള്ള ചരിത്രമാണ്. കൊട്ടവട്ടി കൊച്ചുകാലെന്ന് പറഞ്ഞ ചരിത്രമാണ്. അത് പറയുമ്പോൾ അത് കണ്ണുനീരി പോയി. കൊട്ടവട്ടി കൊച്ചുകാലെന്ന് പറഞ്ഞാലേ ശബരിമല അമ്പലത്തിന്റെ പൂങ്കാവനം ഏറിയാല് 100-ാം മാന്തി നടന്നപ്പോഴേ ഒരു കൊച്ചു കുഞ്ഞ് വന്ന് 100-ാം കേളനും കേളത്തിയും കൂടെ 100-ാം പന്തിക്കൊണ്ടിരുന്നപ്പോഴേ ഒരു കൊച്ചു കുഞ്ഞ് വന്നിരുന്നപ്പോ എന്ത് കല്ലും പുറത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. കല്ലും പുറത്തിരുന്നിട്ട് അതിന്റെ ഐതിഹ്യം എന്തോന്ന് നമുക്കറിയത്തില്ല. കല്ലും പുറത്തിരുന്നിട്ട് ആ പുള്ളി കുഞ്ഞു വന്നിരുന്നപ്പോ എന്താ കുഞ്ഞ് എവിടെ ഇരിക്കുന്നു ചോദിച്ചു. ഞാൻ അപ്പനെ കാണാൻ വന്നാന്ന് ചോദിച്ചു. എന്താ കുഞ്ഞെ വന്ന്? ചുട്ടുകിഴങ്ങ് വെച്ച് പടേന്ന് വിളിച്ച് ചുട്ടുകിഴങ്ങ് വെച്ച് ഇതെല്ലാം വെച്ച് ചുട്ടുകിഴങ്ങും കരിക്കും വെച്ചിട്ട് പുറ്റുപണ്ട് പോയഞ്ഞ് കോട്ടയം കെട്ടി അകത്തിരുത്തി. എന്നിട്ട് ചുറ്റോട് ചുറ്റും തീ വിട്ടുകൊടുത്തു. ചുറ്റോട് ചുറ്റും തീ വിട്ടു AC റൂമിൽ ഇരുന്ന് പിറ്റേ ദിവസം രാവിലെ അപ്പൂപ്പൻ യാത്രക്ക് പോയി. കുഞ്ഞിനകത്തിരിക്കുവല്ലേ. എന്താ കുഞ്ഞ എവിടെ വന്നിരിക്കുന്നു ചോദിച്ചപ്പോഴാ പറഞ്ഞു എനിക്ക് പുലിയെ വേണം, കടുവ വേണം എന്നൊക്കെ പറയുന്നു. ഇതിൽ പറഞ്ഞു നീ ഇന്നടത്ത് സ്ഥലത്ത് പോവാ, ഇന്നടത്ത് സ്ഥലത്ത് നിന്ന് കടുവയെ പിടിക്കുക, ഇന്ന സ്ഥലത്ത് നിന്ന് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ 99 മലയുടെ ഊരാളിമാരെ വിളിക്കാൻ പറഞ്ഞു. എല്ലാ ഊരാളികളെയും വിളിച്ചു. ഈ 99 മലയ്ക്ക് ഊരാളികളുണ്ട്. ഒരു പഞ്ചായത്തിലെ ഒരു മെമ്പർ പോലെ 99 മലയ്ക്ക് ഊരാളികളുണ്ട്.
എന്ന് പറഞ്ഞ് ഊരാളികളെ വിളിച്ചു. ഊരാളികളെ വിളിച്ചപ്പം ഇവിടുന്ന് അപ്പൂപ്പനും അമ്മൂമ്മയും പോകാൻ ചേർന്ന് താമസിച്ചു പോയി. അങ്ങ് 12 രാജകൊട്ടാരത്തിൽ ചെല്ലണം. പുലിപ്പാലുമായിട്ട് ഇവിടുന്ന് പോയതാ, തലപ്പാറയിൽ നിന്ന് പോയതാ. തലപ്പാറയിൽ നിന്ന് പോയപ്പം അവിടെ ചെന്നപ്പോഴത്തേന് ശകലം താമസിച്ചു പോയി. എല്ലാവരും ചെന്നു അവിടെ തലയ്ക്ക്. അപ്പൊ ഇവിടുന്ന് പോയപ്പോ ശകലം താമസിച്ചു പോയി. രാജാവിന് കൊടുക്കാനായിട്ടുള്ള ഒരു കൊട്ട ചെയ്തുകൊണ്ട് പോയി. അവിടെ ചെന്നപ്പോഴത്തേന് ശകലം താമസിച്ചു. എല്ലാവരും ചെന്നപ്പോൾ ലാസ്റ്റ് കൈയാണ് ഊഞ്ഞ് പറഞ്ഞത്, അതേണ്ട വരുന്നൊരു ഒട്ടകട്ടി കൊച്ചു വരണം, അതേണ്ട വരുന്നത്. ഒട്ടകട്ടി ഇങ്ങനെ നോക്കി ബലമായി നോക്കിയതാ. അങ്ങനെ ഒട്ടകട്ടി കൊച്ചു വലിനെ ഇവിടെ രൂപപ്പെടുത്തി കുഞ്ഞ് ഞങ്ങളുടെ കൂട്ടത്തിൽ പോരുമായിരുന്നു. അങ്ങനെ വരുമായിരുന്നു. പിന്നെ മരുന്നും മന്ത്രവും എല്ലാം അവര് കൊച്ചുവാലിനും അപ്പനും മോനുമായിട്ട് ജീവിച്ചു. മരുന്നും മന്ത്രമേ അവര് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അവര് രണ്ടും വരുന്ന വരുമ്പോ അവര് രണ്ടും കൂടെ മരുന്നും മന്ത്രവും എല്ലാം പറഞ്ഞു കൊടുത്ത് ഞങ്ങൾക്ക് കവളാചാരം ഞങ്ങൾ തോന്നുന്നതാണ് ചെയ്യുന്നത്. വനത്തിൽ കയറിയാറുണ്ട് എൻ്റെ അപ്പൂന്ന് ഒറ്റ വിളിക്കും. അപ്പൂപ്പ ഞങ്ങളുടെ കൂട്ടത്തിൽ കാണും. അപകടം നടക്കുന്ന സ്ഥലത്ത് ഞങ്ങളുടെ അപ്പൂപ്പനാണ് ഞങ്ങളെ എപ്പോഴും നോക്കിക്കൊണ്ട്. നീ എന്തെങ്കിലും അറിയണം? അല്ല, ഇത് കേട്ടപ്പോഴേ അല്ല ഈ പറഞ്ഞ ഈ അത്ര ആനയുടെ ശക്തിയിലാണ് വരുന്നത് പറഞ്ഞു. ഈ കോട്ടയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഉറയ്ക്കുമെന്ന് പറഞ്ഞു. ഈ കോട്ടയ്ക്കാന്ന് പറയുന്നത് ഇതിനകത്ത് കയറിയാൽ ഇതിന്റെ അകത്തേക്ക് ഭഗവാന്റെ കോട്ടയാണോ? ഭഗവാന്റെ കോട്ടയാണ്. അയ്യപ്പ ഭഗവാന്റെ കോട്ടയാണ് ഇതിന്റെ അകത്തേക്ക്. ഇതിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അത് ഉറയ്ക്കും, ആ ശക്തി വന്നാല്. അപ്പൊ പിന്നെ ഭഗവാൻ ചാർത്താൻ പറ്റത്തില്ല അല്ലേ? അപ്പൊ അതും കൊണ്ടാണ് അപ്പൂപ്പൻ ഇവിടെ തടയുക, കുഞ്ഞിനെ ചാർത്തിയിട്ട് വന്നാൽ അല്ലേ? ചേട്ടാ, നമ്മളെ ഇപ്പൊ ആരോട് ശബരിമല ക്ഷേത്രം തൊഴാൻ വരുന്നതിനെ കുറിച്ചോ മണ്ഡലകാലത്തെ കുറിച്ചോ എന്തിനെ കുറിച്ച് വെച്ചാൽ നമ്മൾ പറഞ്ഞത് നീ സ്വാമി അല്ലെങ്കിൽ അയ്യപ്പൻ, ഭഗവാൻ. പക്ഷെ ചേട്ടൻ പറഞ്ഞത് മൊത്തം കുഞ്ഞ് ഞങ്ങളുടെ പൊന്നു കുഞ്ഞാണ്. ഞങ്ങളുടെ പൊന്നു കുഞ്ഞെന്ന് പറഞ്ഞാൽ പൊന്നു കുഞ്ഞാണ്. ഞങ്ങളെ നോക്കാനും ഞങ്ങളെല്ലാം എപ്പോഴും ഈ കൈകളിലേ കൊണ്ട് കിടക്കുന്ന കുഞ്ഞാണ്. ഞങ്ങൾക്ക് കുഞ്ഞിനോടൊന്നും ചോദിക്കണ്ട, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ കൂടെ തരുക. ഞങ്ങൾക്ക് കുഞ്ഞിനോടൊന്നും ചോദിക്കണ്ട, ഞങ്ങൾക്ക് കുഞ്ഞ് ഇഷ്ടം പോലെ കൊണ്ട് തരും. ഒരു നേരത്തെ ആ ഇഷ്ടം പോലെ കൊണ്ട് തരും. മനസ്സിൽ കിടക്കുമ്പോഴും ഞങ്ങൾക്ക് കുഞ്ഞ് കൊണ്ട് തരും. നോക്കിക്കോളൂ. അതെ, കുഞ്ഞ് ഞങ്ങളെ നോക്കിക്കോളും. അതേ ഉള്ളൂ നമുക്ക്. പൂങ്കാവടത്തിൽ കയറി ഞങ്ങളെ കുഞ്ഞ് നോക്കിക്കോളും, അതേ ഉള്ളൂ. അപ്പൂപ്പനും കാവലുണ്ട്. അച്ഛനും മക്കളോട് നോക്കിക്കോളും അല്ലേ? അല്ല, ചേട്ടനിങ്ങനെ നമ്മൾ സാധാരണ എല്ലാം പറയുമ്പോൾ, പക്ഷെ ചേട്ടൻ്റെ വായിന്ന് വരുന്നൊന്നും ഒരു മകനോട് പറയുന്ന ഒരു കുഞ്ഞിന് അതേ ഒരു ഫീല് തന്നെയാണ്. അതാ ചോദിച്ചു എൻ്റെ കണ്ണ് പറയുന്നത്. ഞങ്ങൾക്കൊന്നുമില്ല. പന്തളം കൊട്ടാരമായിട്ട് ഭയങ്കര ബന്ധം ഒരു തലപ്പാറയും പന്തളം രാജകൊട്ടാരമായിട്ട് ബന്ധമാണ്. ഭയങ്കര ആത്മബന്ധം അല്ലേ? കക്കാട്ടുകോഴി കുടുംബവും പന്തളം രാജകൊട്ടാരവും തുണ്ടിക്കുടുംബവും ഒന്നിച്ചൊരു കുടുംബമാണ്. അപ്പോൾ കക്കാട്ടുകോഴി കുടുംബം ക്ഷീണിക്കുമ്പം പന്തളം രാജകൊട്ടാരം താഴും. ഇത് മൂന്നായിട്ട് 3 സങ്കല്പത്തിൽ 3 സ്ഥലങ്ങളിലായിട്ട് എല്ലാ അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ എല്ലാം കുഞ്ഞുമായിട്ടുള്ളത്. ചേട്ടൻ പറഞ്ഞ ഒരു ചടങ്ങ് മുമ്പേ പറഞ്ഞില്ലേ, അതെങ്ങനെ ഈ വരുമ്പോൾ ഭഗവാനെ തിരുവാഭരണം കൊണ്ടുപോകുമ്പോഴാണോ കൊണ്ടുപോയി തിരിച്ചു വരുമ്പോഴാണോ ഈ 3 പണം തരുന്നത്? ഇവിടെ വരുമ്പോ രാജാവ് വരുമ്പോ നമ്മള് അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും കൊടുക്കാനുള്ള അപ്പൂപ്പനും അമ്മയ്ക്കും കൊടുക്കാൻ വേണ്ടി മുറുക്കാൻ കൊടുക്കുക. മുറുക്കാൻ കൊടുത്തു കഴിയുമ്പോഴത്തേന് രാജാവ് 3 കൈ പണം തരുവാ. രാജാവ് 3 കൈ പണം തരുമ്പോഴത്തേന് നമ്മള് അവിടെ അങ്ങോട്ട് കൊണ്ടുപോകാട്ടുള്ളത് ഇവിടെ വെറ്റ വാക്കെല്ലാം കൊടുത്തു വിടുക. അവര് സ്വീകരിച്ച് കൊണ്ട് കൊടുത്തോളൂ. എനിക്ക് അങ്ങോട്ട് പോക്ക് കിടക്കുക. രാജാവിൻ്റെ അടുത്ത് അവിടെ അങ്ങോട്ട് രാജാവ് പോയി കഴിയുമ്പോൾ എനിക്ക് അങ്ങോട്ട് പോക്ക് കിടക്കുക. അത് കാരണം കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകത്തില്ല. ചേട്ടൻ അല്ലാതെ എല്ലാ മണ്ഡലത്തിലും പോകുമ്പോ എല്ലാം അന്നേരം നമ്മൾ തൊഴാതിരിക്കാൻ പറ്റും. തൊടത്തുമില്ല, പോയി കാണും.